നമസ്കാരം. എല്ലാവർക്കും മലയാള ദീപം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് UGC നെറ്റ് 2015 ഡിസംബർ മാസം നടത്തിയ മലയാളം പേപ്പർ 3 ചോദ്യങ്ങളാണ്. ചോദ്യങ്ങളിലേക്ക് കടക്കാം. ഒന്നാമത്തെ ചോദ്യം, മധ്യ ദ്രാവിഡത്തിൽ ഉൾപ്പെടാത്തത്. 1 ഗദബ, 2 പർച്ചി, 3 ഗോണ്ടി, 4 തോത. ശരിയായ ഉത്തരം തോത. മധ്യദ്രാവിഡത്തിൽ ഉൾപ്പെടാത്ത ഭാഷയാണ് തോത. മധ്യദ്രാവിഡത്തിൽ ഉൾപ്പെടുന്നവയാണ് ഗദബ, പർജി, ഗോണ്ടി. ചോദ്യം നമ്പർ 2, ഒരു നാൾ വന്നു പിറക്കും പിന്നെ ഉടൽ വളരും ബാലപ്രായം പോം തെരുതെരമുറ്റും തേയും മായും തേറുകിലാറും ദേഹപ്രകൃതികൾ. ഏത് പ്രാചീന കൃതിയിൽ നിന്ന്? ഭാഷാ ഭഗവത്ഗീത. ഒരു നാൾ വന്നു പിറക്കും പിന്നെ ഉടൽ വളരും ബാലപ്രായം പോം തെരുതെരമുറ്റും തേയും മായും തേറുകിലാറും ദേഹപ്രകൃതികൾ. ഭാഷാ ഭഗവത്ഗീത. ചോദ്യം നമ്പർ 3, ലീലാതിലകത്തിൽ എ പ്രാചീന പാട്ടുകൃതികളുടെ ചരിത്രമുണ്ട്, ബി സമൃദ്ധോകാരത്തെപ്പറ്റി പരാമർശമുണ്ട്, സി കൂന്തൽവാദമുണ്ട്, ഡി മലയാളത്തിലെ അക്ഷരവ്യവസ്ഥയുടെ സ്ഥിരീകരണമുണ്ട്. ശരിയായ ഉത്തരം ബിയും സിയും ശരി. ബിയും സിയും ശരി എന്നാണ് ശരിയായ ഉത്തരം. അതായത് ലീലാതിലകത്തിൽ സമൃദ്ധോകാരത്തെപ്പറ്റി പരാമർശമുണ്ട്, അതേപോലെ തന്നെ എന്തുണ്ട്, കൂന്തൽവാദത്തെക്കുറിച്ചും പരാമർശമുണ്ട്. കൂന്തൽവാദമുണ്ട്, സമൃദ്ധോകാരത്തെപ്പറ്റി പരാമർശമുണ്ട്. ചോദ്യം നമ്പർ 4, മേദിനി വെണ്ണിലാവ് ഏത് കാവ്യത്തിലെ നായികയാണ്? ശരിയായ ഉത്തരം ചന്ദ്രോത്സവം. മേദിനി വെണ്ണിലാവ് ചന്ദ്രോത്സവത്തിലെ നായികയാണ്. ചോദ്യം നമ്പർ 5, ചിന്തുരത്തിൻ കവിൾ തേറലുണ്ടുടൻ ചിന്തുരത്തിൻപമായി വണ്ടുപാടിൻറിടം. ഏത് സ്ഥലം? മഹോദയപുരം. ചിന്തുരത്തിൻ കവിൾ തേറലുണ്ടുടൻ ചിന്തുരത്തിൻപമായി വണ്ടുപാടിൻറിടം. ഇത് മഹോദയപുരത്തെക്കുറിച്ച് വർണ്ണിക്കുന്ന മഹോദയപുരം എന്ന സ്ഥലത്തെക്കുറിച്ച് ഉള്ള വർണ്ണനയാണ്. ചോദ്യം നമ്പർ 6, ചേരുംപടി ചേർക്കുക. പട്ടിക 1 എ യക്ഷിപ്രവേശനവും നരസിംഹ മന്ത്രജപവും, ബി നായകനെ ആകാശചാരി എടുത്തു കൊണ്ടുപോകുന്നു, സി വിരഹിയായ നായകൻ ഗോകർണത്ത് ചെന്നിറങ്ങുന്നു, ഡി തടവും ഏകാന്തവാസവും. പട്ടിക 2 1 മയൂര സന്ദേശം, 2 ഭൃംഗ സന്ദേശം, 3 ദാത്യൂഹ സന്ദേശം, 4 ഉണ്ണിനീലി സന്ദേശം, 5 കോക സന്ദേശം. ശരിയായ ഉത്തരം എ 4, ബി 5, സി 2, ഡി 1. യക്ഷിപ്രവേശനവും നരസിംഹ മന്ത്രജപവും ഉണ്ണുനീലി സന്ദേശം. നായകനെ ആകാശചാരി എടുത്തു കൊണ്ടുപോകുന്നു, കോക സന്ദേശം. വിരഹിയായ നായകൻ ഗോകർണത്ത് ചെന്നിറങ്ങുന്നു, ഭൃംഗ സന്ദേശം. തടവും ഏകാന്തവാസവും, മയൂര സന്ദേശം. യക്ഷിപ്രവേശനവും നരസിംഹ മന്ത്രജപവും ഉണ്ണുനീലി സന്ദേശം. നായകനെ ആകാശചാരി എടുത്തു കൊണ്ടുപോകുന്നു, കോക സന്ദേശം. വിരഹിയായ നായകൻ ഗോകർണത്ത് ചെന്നിറങ്ങുന്നു, ഭൃംഗ സന്ദേശം. തടവും ഏകാന്തവാസവും, മയൂര സന്ദേശം. ചോദ്യം നമ്പർ 7, കണ്ടവർക്കു പിറന്നോനെ കാട്ടുമാക്കാൻ കടിച്ചോനെ കടവിൽ കല്യാണി നിന്റെ അച്ചിയല്ലോടാ. ഇത് ഏത് വിനോദവുമായി ബന്ധപ്പെട്ട പാട്ടാണ്? ഏഴാമത്തുകളി. കണ്ടവർക്ക് പിറന്നോനെ കാട്ടുമാക്കാൻ കടിച്ചോനെ കടവിൽ കല്യാണി നിന്റെ അച്ചിയല്ലോടാ. ഇത് ഏഴാമത്തുകളി എന്ന വിനോദവുമായി ബന്ധപ്പെട്ട പാട്ടാണ്. ചോദ്യം നമ്പർ 8, ഡോക്ടർ MV വിഷ്ണു നമ്പൂതിരിയുടേതല്ലാത്ത കൃതി? കേരള ഫോക്ലോർ. വിഷ്ണു നമ്പൂതിരിയുടേതല്ലാത്ത കൃതി കേരള ഫോക്ലോർ. കേരള ഫോക്ലോർ രാഘവൻ പയ്യനാടിൻ്റെ കൃതിയാണ്. അപ്പോൾ നമുക്ക് മറ്റൊരു ചോദ്യം കൂടി ഇവിടെ പഠിക്കാം. ഡോക്ടർ MV വിഷ്ണു നമ്പൂതിരിയുടേതായ കൃതികൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മുഖദർശനം, തിരുവർക്കാട് ഭഗവതി തോറ്റം, ഉത്തര കേരളത്തിലെ തോറ്റംപാട്ടുകൾ. ഡോക്ടർ MV വിഷ്ണു നമ്പൂതിരിയുടെ കൃതികളാണ് മുഖദർശനം, തിരുവർക്കാട് ഭഗവതി തോറ്റം, ഉത്തര കേരളത്തിലെ തോറ്റംപാട്ടുകൾ. ചോദ്യം നമ്പർ 9, അധ്യാത്മരാമായണം കിളിപ്പാട്ട് എഴുതപ്പെട്ടത് ഏത് ലിപിയിലാണ്? ഉത്തരം ഗ്രന്ഥലിപി. അധ്യാത്മരാമായണം കിളിപ്പാട്ട് എഴുതപ്പെട്ടത് ഗ്രന്ഥലിപിയിലാണ്. ചോദ്യം നമ്പർ 10, ശാസനങ്ങളിൽ മുക്കാൽ വട്ടം എന്ന വാക്ക് ഏതർത്ഥത്തിലാണ് ഉപയോഗിച്ചിട്ടുള്ളത്? ക്ഷേത്രം. ശാസനങ്ങളിൽ മുക്കാൽ വട്ടം എന്ന വാക്ക് ക്ഷേത്രം എന്ന അർത്ഥത്തിലാണ് ഉപയോഗിച്ചിട്ടുള്ളത്.
ചോദ്യം നമ്പർ 11. ചൂർണികാ രീതിയിലുള്ള ഗദ്യങ്ങളാണ് ഇതിൽ പ്രായേണ കാണുന്നത്. ഈ പ്രസ്താവം ഏത് കൃതിയെ പറ്റിയാണ്? ബ്രഹ്മാണ്ഡ പുരാണം ഗദ്യം. ചൂർണികാ രീതിയിലുള്ള ഗദ്യങ്ങളാണ് ഇതിൽ പ്രായേണ കാണുന്നത്. ഈ പ്രസ്താവം ബ്രഹ്മാണ്ഡ പുരാണം ഗദ്യത്തെ പറ്റിയുള്ളതാണ്. ചോദ്യം നമ്പർ 12. നരനായിങ്ങനെ ജനിച്ചു ഭൂമിയിൽ നരകവാരിധി നടുവിൽ ഞാൻ ആരെഴുതിയത്? പൂന്താനം. നരനായിങ്ങനെ ജനിച്ചു ഭൂമിയിൽ നരകവാരിധി നടുവിൽ ഞാൻ. ഇത് പൂന്താനം എഴുതിയ വരികളാണ്. ചോദ്യം നമ്പർ 13. യൗവനം വന്നുദിച്ചിട്ടും ചെറുതായില്ല ചെറുപ്പം. ആരുടെ വാക്കുകൾ? ഹംസം. യൗവനം വന്നുദിച്ചിട്ടും ചെറുതായില്ല ചെറുപ്പം ഹംസത്തിൻ്റെ വാക്കുകളാണ്. ചോദ്യം നമ്പർ 14. കാര്യം. കലയിലെ ജനകീയ വിപ്ലവത്തിന് തുടക്കം കുറിച്ച കവിയാണ് കുഞ്ചൻ നമ്പ്യാർ. കാരണം. എ. കീഴാളവർഗത്തിൻ്റെ ആഗ്രഹപൂർത്തീകരണമായിരുന്നു കവി ലക്ഷ്യമാക്കിയത്. ബി. സാമൂഹിക തിന്മകളെയും അധർമ്മങ്ങളെയും നിശിതമായി വിമർശിക്കാൻ കവി തുനിഞ്ഞു. സി. അധികാര സമ്പദ് വ്യവസ്ഥയുടെ ആധിപത്യത്തിനെതിരെയുള്ള പോരാട്ടമായിരുന്നു കവിയുടേത്. ശരിയായ ഉത്തരം കാര്യം ശരി, കാരണം ബിയും സിയും ശരി. കാര്യം. കലയിലെ ജനകീയ വിപ്ലവത്തിന് തുടക്കം കുറിച്ച കവിയാണ് കുഞ്ചൻ നമ്പ്യാർ. കാരണങ്ങളിൽ ഒന്ന്, സാമൂഹിക തിന്മകളെയും അധർമ്മങ്ങളെയും നിശിതമായി വിമർശിക്കാൻ കവി തുനിഞ്ഞു. രണ്ടാമത്തെ കാരണം, അധികാര സമ്പദ് വ്യവസ്ഥയുടെ ആധിപത്യത്തിനെതിരെയുള്ള പോരാട്ടമായിരുന്നു കവിയുടേത്. ചോദ്യം നമ്പർ 15. കുചേലവൃത്തത്തിന് ലഭിച്ച സാർവത്രിക സ്വീകാര്യതയുടെ അടിസ്ഥാനം. എ. നദോന്നത വൃത്തത്തിൻ്റെ ഉപയോഗം. ബി. പുരാണകഥയെ വർത്തമാനകാല സമസ്യകളുമായി ബന്ധപ്പെടുത്തി. സി. കൃഷ്ണഭക്തിക്കു നൽകിയ നവമാനം. ഡി. ഭാരതീയ തത്വചിന്തയുടെ പ്രകാശനം. ശരിയായ ഉത്തരം ബിയും സിയും ശരി. ബിയും സിയും ശരി. ബി. പുരാണകഥയെ വർത്തമാനകാല സമസ്യകളുമായി ബന്ധപ്പെടുത്തി. സി. കൃഷ്ണഭക്തിക്കു നൽകിയ നവമാനം. കുചേലവൃത്തത്തിന് സാർവത്രിക സ്വീകാര്യതയുടെ ലഭിക്കാനുള്ള കാരണങ്ങളായിട്ട് പറയുന്നത് പുരാണകഥയെ വർത്തമാനകാല സമസ്യകളുമായി ബന്ധപ്പെടുത്തി, കൃഷ്ണഭക്തിക്ക് നൽകിയ നവമാനം. ചോദ്യം നമ്പർ 16. കാര്യം. മലയാള ഗദ്യഭാഷയുടെ വികാസത്തിൽ ഉദയംപേരൂർ സുനഹദോസ് വലിയ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. കാരണം. എ. പോർച്ചുഗീസ് ഭാഷയിൽ എഴുതപ്പെട്ട അതിൻ്റെ കാനോനുകൾ മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്യപ്പെട്ടു. ബി. എ, ഓ തുടങ്ങിയ ദീർഘസ്വരങ്ങളടക്കം ആധുനിക മലയാളത്തിലെ എല്ലാ വർണ്ണങ്ങളും ഈ കാനോനുകളിൽ ഉപയോഗിക്കപ്പെട്ടു. ശരിയായ ഉത്തരം കാര്യം ശരി, കാരണം എ മാത്രം ശരി. കാര്യം ശരി, കാരണം എ മാത്രമാണ് ശരിയായിട്ടുള്ളത്. കാര്യം. മലയാള ഗദ്യഭാഷയുടെ വികാസത്തിൽ ഉദയംപേരൂർ സുനഹദോസ് വലിയ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. കാരണം പോർച്ചുഗീസ് ഭാഷയിൽ എഴുതപ്പെട്ട അതിൻ്റെ കാനോനുകൾ മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്യപ്പെട്ടു.